കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ഡോക്ടേഴ്സിന്റെ രാജ്യവ്യാപക പ്രതിഷേധം തുടരുകയാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പണിമുടക്കിൽ കേരളത്തിൽ ഉൾപ്പെടെ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. സമരം അവസാനിപ്പിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഡോക്ടേഴ്സിന്റെ സംഘടനകളോട് ആവശ്യപ്പെട്ടു. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ പഠിക്കാൻ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ ഉറപ്പ്. അത്യാഹിത വിഭാഗത്തെയും അടിയന്തര സേവനങ്ങളെയും ഒഴിവാക്കിയാണ് ഡോക്ടർമാരുടെ പ്രതിഷേധം. OP വാർഡ് പ്രവർത്തനങ്ങളെ സമരം കാര്യമായി ബാധിച്ചു. സംസ്ഥാനത്ത് PG ഡോക്ടർമാർ ഉൾപ്പെടെ സമരത്തിന്റെ ഭാഗമായി. 5 ദിവസമായി സമരം തുടരുന്ന ഡൽഹി എയിംസ്, സഫ്ദർജംഗ്, RML തുടങ്ങിയ ആശുപത്രികളിൽ അത്യാഹിത വിഭാഗം ഒഴികെയുള്ളവ പ്രവർത്തിക്കുന്നില്ല. കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇടതു പാർട്ടികളും കോൺഗ്രസും സംയുക്തമായി പ്രതിഷേധിച്ചു. ഡൽഹി ജന്തർ മന്ദറിൽ നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകർ സംഘടിച്ച് മെഴുകുതിരികൾ തെളിയിച്ചു. കൊച്ചിയിൽ IMA, KGMOA തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനം നടത്തി. ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നും വേണ്ടത്ര സുരക്ഷ ഒരുക്കണമെന്നും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. People who matters in the legislations to make us protect us as a society, as an individual, as a society, as a medical fraternity, the work done by them is not enough. The human respect from the human people, those who are sitting in the parliament, they must act, and they acted immediately. വിമാനത്താവളങ്ങൾക്ക് സമാനമായ സുരക്ഷ ആശുപത്രികൾക്കും വേണമെന്നാവശ്യപ്പെട്ട് IMA പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ഡോക്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. സമരം അവസാനിപ്പിക്കണമെന്നും കേന്ദ്രം അഭ്യർത്ഥിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന വിശദമായി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നാണ് IMAയുടെ നിലപാട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.